ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ജോബ് ഉണ്ട്, വർക്കിന് പോകണം. സോ എനിക്ക് ഇന്നങ്ങനെ ഒരുപാട് പുറത്ത് പോകാനൊന്നുമില്ല. ഇന്നങ്ങനെ എനിക്ക് പുറത്ത് പോകാനൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഫുഡുണ്ടാക്കി ജോലിക്ക് പോകണം. ഞാനിന്ന് സ്പെഷ്യലായിട്ടുണ്ടല്ലോ, ഇന്ന് തേങ്ങാച്ചോറും ചിക്കനും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. സോ കഴിഞ്ഞ ദിവസം ഞാനതിന് ചിക്കനൊക്കെ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി തേങ്ങാച്ചോറും സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ചിക്കൻ. 1.5 കിലോ ചിക്കനുണ്ട്. ഞാനിത് ഇതിട്ട് നന്നായി സെറ്റ് ചെയ്തിട്ട് തട്ടിക്കേട്ടാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫുള്ള് ചിക്കൻ മസാല കുറച്ചങ്ങ് ഇടുക. ഇച്ചിരി ഉപ്പും ഇങ്ങനെ വരിടുക. ചിക്കൻ മസാലയൊക്കെ പിടിച്ച് കറിവേപ്പില, വെട്ടം വന്നിരിക്കുന്നു. തേങ്ങാച്ചോറും ചിക്കൻ ഇത് ഭയങ്കര എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കാൻ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അളവ് മാത്രം നോക്കിയാൽ മതി. ചിക്കൻ കറി നോർമലി നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഉണ്ടാക്കുക. പിന്നെ ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് പറ്റിച്ചെടുക്കണം. അതായത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഇത് ഉണ്ടാക്കണേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം നമുക്ക് ചോറി കിട്ടും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോൾ ഇത് ഊറ്റിക്കളയുമ്പോൾ കുറയും ഇതിൻ്റെ നല്ല തേങ്ങാപ്പാലൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ അങ്ങ് പോകും. നമ്മളിങ്ങനെ സവാള ഇങ്ങനെ വരയിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം, കാരണം ഉപ്പിട്ടാൽ വേഗം പാടും. അങ്ങനെ സവാളയൊക്കെ നമ്മുടെ വാടി കഴിഞ്ഞിരിക്കുന്നു. സവാള വടിച്ച് കാട്ടോ, കാണിച്ചു തരാം. ഇത് കാണി സവാളയൊക്കെ വാടിയിരിക്കുന്നത് കേട്ടോ. മസാല വരിടാം. ഞാൻ പറഞ്ഞല്ലോ, തക്കാളി ഞാനിവിടെ തക്കാളിയായിട്ട് മേടിക്കാറില്ല. തക്കാളിയുടെ ക്യാൻ കിട്ടും, ചോപ്ഡ് ടൊമാറ്റോസ് ക്യാൻ. ഈ ക്യാനിൽ നിന്ന് നേരത്തെ പൊട്ടിച്ച് വെച്ചാണ്, കഴിഞ്ഞ ദിവസം അതോ ഉപയോഗിച്ച് വെച്ചാണ്. സോ ഈ ക്യാനിൽ നിന്ന് നമ്മളിങ്ങനെ സ്പൂണിട്ട് തക്കാളി ഇങ്ങനെ എടുക്കും. തക്കാളി ഇങ്ങനെ കഷ്ണമാണ് കുറച്ചൊക്കെ ആയിട്ട്, ഇതാകുമ്പോൾ വേഗം ചീത്തയാവത്തില്ല. കോൺസെൻട്രേറ്റഡ് ലെമൺ ജ്യൂസ്, ഇതിങ്ങനെ ഒരു നല്ല കോൺസെൻട്രേറ്റ് കുറച്ച് ആണേ. ഒരു ചിക്കൻ ഒന്നും ഇടുമ്പോൾ ഞാനുണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഓഫ് ഡേയ്സുകളിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം വീഡിയോയ്ക്കായിട്ട്. അല്ലാത്ത ദിവസം എനിക്ക് സമയമില്ല. നമുക്കിപ്പോൾ വേറെ ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ജോലിക്കൊക്കെ പോകണോണ്ട് നമുക്കിങ്ങനെ ഫുൾ ടൈം വീഡിയോ ഇങ്ങനെ പുറത്തേക്ക് നടന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിതേപോലെ ഇടയ്ക്കൊക്കെ എനിക്ക് ഓഫുള്ള ദിവസമൊക്കെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഞാനിതേപോലെ പുറത്തൊക്കെ പോയി ഞാൻ വീഡിയോ എടുത്ത് തരാം. ഓക്കെ, അല്ലെങ്കിൽ അല്ലാത്ത ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ റെഡി ആവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം, അടിപിടിക്കാതിരിക്കുക. ഇപ്പോഴേക്കും ചിക്കൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വയ്ക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വഴി നമ്മൾ ചോറ് വയ്ക്കുന്നതാണ്. നമ്മൾ ചോറ് വെച്ച് കാണിച്ചു തരാം ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളുണ്ടല്ലോ സാധാരണ മട്ടേരിയാണ് ഇതിനിട്ടത്. പിന്നെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെച്ചാൽ 1 ഗ്ലാസ് എടുത്ത് ഞാൻ ഒരു ദിവസം കൊണ്ട് തിന്നവർക്കും. സോ 2 ഗ്ലാസ് എടുത്തു. എന്തായാലും ഇതേപോലത്തെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ 2 ഡേയ്സ് നമുക്ക് എന്തെങ്കിലും കഴിക്കാനിരിക്കുന്നത് നല്ലതാണല്ലോ. നാളെ പണിയെടുക്കണ്ടല്ലോ. നാളെ രാവിലെ എണീച്ച് ഞാൻ പിന്നെ ഫുഡുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തു. കഴുകി കൂട്ടപ്പനാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കുറേ കളറൊക്കെ പോകാനുണ്ട്. മാതിരി കളറടിച്ച് വരുന്നത് കളറൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഒരു ഊത്ത കളറായി. അതൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം.
ഓക്കെ. നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ സാധാരണ അരിയിൽ വെള്ളം ഒഴിക്കുമല്ലോ, അതിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും. നമ്മളിങ്ങനെ അളക്കുന്നു. ഒരൊറ്റ കപ്പ് നല്ല റിച്ച് ആൻഡ് ക്രീമായതുകൊണ്ട് ഇതൊരു കപ്പും ബാക്കി 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ 4 കപ്പ് നമ്മൾ ഒഴിച്ചിരിക്കുന്നു. ഇതിലേക്ക് ഉപ്പ്, അപ്പോൾ കറിവേപ്പില നമുക്കിങ്ങനെ എടുത്ത് കുറച്ചെടുത്ത് ഇങ്ങനെ ഇട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടേണ്ട ഒരു സാധനം മഞ്ഞൾപ്പൊടി. നമുക്ക് എപ്പോഴും പറ്റുന്നത് പോലെ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ കൂടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സ്പൂൺ വെച്ചിട്ട് കണ്ട ഇത് കൂടിയാൽ ഇത് ഒരുപാട് ചാടിയാലും പ്രശ്നമല്ല. നമുക്ക് ഇങ്ങനെ ഇടാം. ജീരകം കുറച്ച് ഇങ്ങനെ ഇട്ടെടുക്കാം. ശരി, നമ്മളത് ഇങ്ങനെ അടച്ചിട്ട് ഇത് നമ്മൾ മട്ടയിലാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ കുക്കറിലിട്ട് വിസിലടിക്കുന്ന പരിപാടിയിൽ 5-8 വിസിലൊക്കെ അടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അരി വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്ര ഒന്നും അടിക്കേണ്ട വന്നിട്ടില്ല. ഒരൊറ്റ വിസിൽ, ഒരു വിസിലടിക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് വച്ചേക്കും. പിന്നെ തൊടുകയില്ല. പിന്നെ വിസിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ തുറക്കോളൂ. അത്രയും നേരം കഴിയുമ്പോഴേക്കും സാധനം അരി വെന്ത് കിടിലായിട്ട് വരും. അങ്ങനെയാണ്, അങ്ങനെ വരേണ്ടതാണ്. പിന്നെ എനിക്കറിയത്തില്ല, ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല എന്നൊന്നും തോന്നുന്നു. ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ 6 വിസിൽ 8 വിസിലൊക്കെ അടിക്കണം വേവാൻ എന്നൊക്കെ. ചിലപ്പോൾ അവർ അടിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ തുറന്ന് കളയുമായിരിക്കും വിസിൽ. അതുകൊണ്ടായിരിക്കും, നീ അറിഞ്ഞൂടാ. വച്ചിട്ടുണ്ട് ചിക്കൻ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും വലിയ ആവേശത്തിൽ മൂർച്ചയുള്ള കത്തിയെടുക്കും കളിക്കുമ്പോൾ ശ്രദ്ധിക്കും, കൈമുറി. വെറുതെ സവാള ഒന്ന് ചെത്തിയതാ, ഒരു കഷ്ണം അങ്ങനെ ഇങ്ങനെ കയറിപ്പോയി. ചോര ചോര കണ്ട തലറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കാണല്ലോ കേട്ടോ. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മുളകൊക്കെ അരിഞ്ഞേണ്ടി തന്നു. എൻ്റെ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങ് നീറുന്നു, നല്ല നീരത്തിലുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ് കാര്യം. അങ്ങനെ കൈ മുറിഞ്ഞതിൻ്റെ കണക്കെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം മുറിഞ്ഞതിൻ്റെ കണ്ടോ എന്നു ക്യാരറ്റ് ആയിരുന്നു. ഇപ്പോൾ സാമ്പാറിടാക്കാൻ വേണ്ടി ഒറ്റ ചെത്താൻ എത്തിയതാണ്. ഒരു പ്രശ്നമാണ് തീർച്ചയായും. ഇതൊക്കെ സർവ്വസാധാരണമാണ് കാര്യം. നോ മാറ്റർസ്. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ആവട്ടെ. ഞാനെല്ലാം റെഡിയുണ്ട്. ഇനി ചിക്കൻ കറിയും ചോറും കൂടെ. ചോറ് വിസിൽ തീർന്നിട്ടില്ല. അതുകൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ചോറും ചിക്കൻ റെഡിയായി. ഞാനിവിടെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിനാഗിരിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് സാലഡ്. ഞാൻ വിനാഗിരിയിലാണ് ഉണ്ടാക്കി വെച്ചാണ്. തൈരിലും ഉണ്ടാക്കുന്നുണ്ട്, യോഗട്ടിലും ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പക്ഷേ എനിക്കിഷ്ടം വിനാഗിരിയാണ്. വിനാഗിരി നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പുളി ഉപ്പൊക്കെ കോരിയിട്ട് സെറ്റ് ചെയ്ത് മുളകൊക്കെ ഇട്ട് ഞാൻ സവാളൊക്കെ സീനരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊണ്ട് അതിലിട്ടാണ്. പിന്നെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ചോറും കൂടെ ആയി കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ച് തരാം. ഓക്കെ. ചോറുണ്ടല്ലോ, നമ്മൾ കുറച്ച് തുറന്നിട്ട് കുറച്ച് ഇളക്കിയിട്ട് അടപ്പ് തുറന്നു വയ്ക്കണം. കാരണം അതിൻ്റെ അകത്ത് നേരത്തെ വെള്ളമുണ്ടല്ലോ. ഇതാണ് റൈസ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടില്ല. അതാ വെള്ളം പറ്റിച്ചെടുത്തോളാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ തുറന്ന് വയ്ക്കണം. ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നീരാവി പോലെ പോയിട്ട് ഇച്ചിരിയോടെ സെറ്റിലായി കിട്ടും. അപ്പോൾ ആ വെള്ളത്തിൻ്റേതായിട്ടുള്ള അംശമൊക്കെ പോകും. പിന്നെ നമുക്ക് ചിക്കൻ കറി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാം റെഡിയായി. ഞാനിനി ചോറ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ. അപ്പോൾ ശരി എന്നാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ജോലിക്ക് പോകട്ടെ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ജോലിക്ക് പോകട്ടെ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, നാളെ பார்க்கலாம்.